പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലൂടെ നാം പരിചയപ്പെടുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 1-ാം യൂണിറ്റിലെ ഓരോ ചാപ്റ്ററുകളുടെയും വളരെ വിശദമായിട്ടുള്ള സമ്മറിയാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നാം പരിചയപ്പെടുന്നത്. ഈ ഓരോ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ടും ഏകദേശം ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾ വരികയാണെങ്കിലും അവർക്ക് ഉത്തരങ്ങൾ എഴുതുന്ന സമയത്ത് അവയിൽ ഉൾപ്പെടുത്താൻ പറ്റാവുന്ന ഓരോ പോയിന്റുകളാക്കിയിട്ടാണ് ഈ ഓരോ പാഠഭാഗങ്ങളുടെയും സമ്മറി ഇവിടെ വിശദീകരിക്കുന്നത്. ഏകദേശം എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിൽ വളരെ സിമ്പിൾ ലാംഗ്വേജ് ആണ് ഈ ഒരു സമ്മറി പറയുന്ന സമയത്ത് അവയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് 1-ാം യൂണിറ്റിലെ 1-ാം ചാപ്റ്ററായ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന കഥയുടെ സമ്മറിയിലേക്ക് പ്രവേശിക്കാം. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, അവൻ്റെ ആദ്യത്തെ പറക്കൽ. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഈസ് എ സ്റ്റോറി റിട്ടൺ ബൈ ലിയാം ഓഫ് ലഹേർട്ടി. ലിയാം ഓഫ് ലഹേർട്ടി എഴുതിയിട്ടുള്ള ഒരു കഥയാണ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് എ യങ് സീഗൾ. ഇത് ഒരു കുട്ടിക്കടൽക്കാക്കയുടെ കഥയാണ്. ഇറ്റ് ഈസ് എൻ ഇൻസ്പിറേഷണൽ സ്റ്റോറി ഓഫ് എ യങ് സീഗൾ. ഇത് ഒരു കുട്ടിക്കടൽക്കാക്കയുടെ പ്രചോദനം നൽകുന്ന ഒരു കഥയാണ്. ദ യങ് സീഗൾസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഓവർകമ്മിങ് ഹിസ് ഫിയർ ഈസ് ദ കണ്ടന്റ് ഓഫ് ദ സ്റ്റോറി. ഈ ഒരു കുട്ടിക്കടൽക്കാക്കയുടെ ആദ്യത്തെ പറക്കൽ അവൻ്റെ പേടിയെ തരണം ചെയ്യുന്നതാണ് ഈ ഒരു കഥയുടെ ഉള്ളടക്കം. In this story, the writer shows the role of parents in helping their children. ഈ ഒരു കഥയിൽ എഴുത്തുകാരൻ കാണിക്കുന്നത് റോൾ ഓഫ് പാരൻസ് ഇൻ ഹെൽപ്പിംഗ് ദെയർ ചിൽഡ്രൻ. കുട്ടികളെ സഹായിക്കുന്നതിൽ രക്ഷിതാക്കളുടെ പങ്കിനെയാണ് ഈ ഒരു കഥയിലൂടെ എഴുത്തുകാരൻ പറയുന്നത്. The mother of the young seagull is the real motivator and she is responsible for the first flight of the young seagull. ഈ ഒരു കഥയിലെ യങ് സീഗളിൻ്റെ അമ്മ, അതായത് കുട്ടിക്കടൽക്കാക്കയുടെ അമ്മയാണ് യഥാർത്ഥ മോട്ടിവേറ്റർ. ആൻഡ് ഷി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ഫസ്റ്റ് ഫ്ലൈറ്റ് ഓഫ് ദി യങ് സീഗൾ. ആ ഒരു കുട്ടിക്കടൽക്കാക്കയുടെ ആദ്യത്തെ പറക്കലിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ളത് യങ് സീഗളിൻ്റെ അമ്മക്കാണ്. വിച്ച് മീൻസ് ദ യങ് സീഗൾ സക്സീഡഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദ മദർ. ആ ഒരു കുട്ടിക്കടൽക്കാക്ക വിജയിച്ചത് അമ്മയുടെ സഹായത്തോടു കൂടെയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഈ ഒരു കഥയെക്കുറിച്ച് മനസ്സിലാക്കുക. ഇനി ഒരു കഥയിലെ സമ്മറിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വെൻ ദ സ്റ്റോറി ബിഗിൻസ് ദ യങ് സീഗൾ വാസ് അലോൺ ഓൺ ഹിസ് ലെഡ്ജ്. ഈ ഒരു കഥ തുടങ്ങുന്ന സമയത്ത് തന്നെ ആ ഒരു കുട്ടിക്കടൽക്കാക്ക ആ ഒരു പാറയുടെ മുകളിൽ ഒറ്റക്കായിരുന്നു. ഹി ഹാഡ് 2 ബ്രദേഴ്സ് ആൻഡ് 1 സിസ്റ്റർ. അവന് 2 സഹോദരങ്ങളും ഒരു സഹോദരിയും ഉണ്ടായിരുന്നു. ദെയർ വിങ്സ് വെയർ ഷോർട്ടർ ദാൻ ഹിസ് വിങ്സ്. അവരുടെ ചിറകുകൾ, അതായത് ഇവൻ്റെ 2 സഹോദരങ്ങളുടെയും ഒരു സഹോദരിയുടെയും ചിറകുകൾ ഇവൻ്റെ ചിറകിനേക്കാൾ ചെറുതായിരുന്നു. ബട്ട് ദേ ഹാഡ് ഓൾറെഡി ഫ്ലോൺ അവേ വിത്ത് ഹിസ് പാരൻസ്. എന്നാൽ അവർ, അതായത് ഇവൻ്റെ 2 സഹോദരങ്ങളും ഒരു സഹോദരിയും നേരത്തെ തന്നെ രക്ഷിതാക്കളുടെ കൂടെ പറന്നു പോയിട്ടുണ്ടായിരുന്നു. ദേ കുഡ് ഫ്ലൈ ബട്ട് ഹീ കുഡിൻറ്റ് ഫ്ലൈ. അവർക്ക് പറക്കാൻ സാധിച്ചു, അതായത് ഇവൻ്റെ 2 സഹോദരങ്ങൾക്കും ഒരു സഹോദരിക്കും പറക്കാൻ സാധിച്ചു. ബട്ട് ഹീ കുഡിൻറ്റ് ഫ്ലൈ. പക്ഷേ ഇവന്, അതായത് ഈ ഒരു കുട്ടിക്കടൽക്കാക്കക്ക് പറക്കാൻ സാധിച്ചില്ല. ബിക്കോസ് ഹി വാസ് അഫ്രൈഡ് ടു ഫ്ലൈ. കാരണം എന്താണ്? ഇവന് പറക്കാൻ പേടിയായിരുന്നു. എങ്ങനെയാണ് ഇവന് പേടി തോന്നിയത്? ഹി റാൻ ടു ദ ബ്രിങ്ക് ഓഫ് ദ ലെഡ്ജ്. അവൻ ആ ഒരു പാറയുടെ അറ്റത്തേക്ക് ഓടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അറ്റംപ്റ്റഡ് ടു ഫ്ലാപ്പ് ഹിസ് വിങ്സ്. അവൻ്റെ ചിറകുകൾ അടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഹി സോ ദ വൈഡ് സീ. പക്ഷേ അവൻ ആ ഒരു വിശാലമായിട്ടുള്ള കടൽ, താഴെ ആ ഒരു പാറക്കടിയിൽ വിശാലമായിട്ടുള്ള ഒരു കടൽ കാണുകയാണ്. ആൻഡ് ഹി ഫെൽറ്റ് ഫിയർ. അവന് പേടി തോന്നി. ഹി തോട്ട് ഹിസ് വിങ്സ് വുഡ് നെവർ സപ്പോർട്ട് ഹിം. അവന് സ്വയം തോന്നുകയാണ് അവൻ്റെ ചിറകുകൾ, അവൻ അങ്ങനെ ചാടിക്കഴിഞ്ഞാൽ അവൻ്റെ ചിറകുകൾ അവനെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് അവന് തോന്നുകയാണ്. അപ്പോൾ ഈ ഒരു യങ് സീഗളുടെ, ഈ ഒരു കുട്ടിക്കടൽക്കാക്കയുടെ പ്രശ്നം എന്തായിരുന്നു? ഹിസ് പ്രോബ്ലം വാസ് ഫിയർ. അവൻ്റെ പ്രശ്നം പേടിയായിരുന്നു. ഫിയർ ടു ഫ്ലൈ, പറക്കാൻ പേടിയായിരുന്നു. ദാറ്റ് ഈസ് ഹിസ് പ്രോബ്ലം വാസ് ലാക്ക് ഓഫ് കോൺഫിഡൻസ്. ആത്മവിശ്വാസത്തിൻ്റെ കുറവായിരുന്നു അവൻ്റെ പ്രശ്നം. അങ്ങനെ ഒരു യങ് സീഗൾ ഒറ്റയ്ക്ക് പേടിച്ച് നിൽക്കുകയായിരുന്നു. ദെൻ ഹിസ് പാരൻസ് ഹാഡ് ട്രൈഡ് ടു മേക്ക് ഹിം ഫ്ലൈ. അവൻ്റെ രക്ഷിതാക്കൾ അവനെ പറപ്പിക്കാനും വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അവരെന്തൊക്കെയാണ് ചെയ്തത്?
ദേ കോൾഡ് ഹിം, അവർ അവനെ വിളിച്ചു. സ്കോൾഡഡ് ഹിം, അവനോട് ദേഷ്യപ്പെടുകയും ചെയ്തു. ആൻഡ് ഈവൻ ത്രെട്ടൺ ഹിം ദാറ്റ് ലെറ്റ് ഹിം സ്റ്റാർവ് അൺലെസ് ഹി ഫ്ലൈ, അവർ അവനെ ഭീഷണിപ്പെടുത്തുകയും കൂടി ചെയ്തു. എന്താണ് ഭീഷണിപ്പെടുത്തിയത്? പറന്നിട്ടില്ല എങ്കിൽ അവനെ സ്റ്റാർവ്, പട്ടിണിക്കിടും എന്ന് പറഞ്ഞിട്ട് അവനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്തത്? അവനെ പറപ്പിക്കാൻ വേണ്ടി. ബട്ട് ഹി കുഡിൻ ഫ്ലൈ, പക്ഷെ അവന് പറക്കാൻ സാധിച്ചില്ല. കാരണം എന്താണ്? ഹി വാസ് അഫ്രൈഡ് ടു ഫ്ലൈ, അവന് പറക്കാൻ പേടിയായിരുന്നു. ഹി ഹാഡ് നോ കോൺഫിഡൻസ് ആൻഡ് കറേജ് ടു ഫ്ലൈ, അവന് പറക്കാനുള്ള ആത്മവിശ്വാസമോ അതല്ലെങ്കിൽ ധൈര്യമോ ഇല്ലായിരുന്നു. അങ്ങനെ ഒരു യങ്സീകളിൽ ആ ഒരു പാറയുടെ മുകളിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ദെൻ സിറ്റിംഗ് ഓൺ ദ ലെഡ്ജ് ഹി വാച്ച്ഡ് ദ ആക്ടിവിറ്റീസ് ഓഫ് അതർ ഫാമിലി മെമ്പേഴ്സ്. അങ്ങനെ ആ ഒരു പാറയുടെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ ഒരു ഫാമിലി മെമ്പേഴ്സ്, ഇവൻ്റെ കൂടപ്പിറപ്പുകൾ എന്തൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ അവനിങ്ങനെ നോക്കുകയാണ്. വെൻ ഹി ലുക്ക്ഡ് അറ്റ് ഹിസ് പാരൻസ്, അങ്ങനെ അവൻ്റെ രക്ഷിതാക്കൾ അവൻ നോക്കിയ സമയത്ത് ദേ വർ ടീച്ചിങ് ഹിസ് സിബ്ലിങ്സ് ദ ആർട്ട് ഓഫ് ഫ്ലൈറ്റ്. ഇവൻ്റെ രക്ഷിതാക്കൾ ഇവൻ്റെ കൂടപ്പിറപ്പുകളായിട്ടുള്ള 2 സഹോദരങ്ങളെയും ഒരു സഹോദരിയെയും പറക്കുക എന്നുള്ള ഒരു കല അല്ലെങ്കിൽ പറക്കാൻ വേണ്ടി പഠിപ്പിക്കുകയായിരുന്നു. ആൻഡ് ഹിസ് 2 ബ്രദേഴ്സ് ആൻഡ് 1 സിസ്റ്റർ ദേ വർ ഫ്ലൈയിങ്. ഇവൻ്റെ 2 സഹോദരങ്ങളും ഒരു സഹോദരിയും അങ്ങനെ പറക്കുകയായിരുന്നു. ആൻഡ് ദിസ് ടൈം ഹിസ് ബ്രദർ ഗോട്ട് എ ഫിഷ്, അങ്ങനെ ഇവൻ്റെ ഒരു സഹോദരനൊരു മത്സ്യത്തെ ലഭിക്കുകയാണ്. ഹി എയ്റ്റ് ഇറ്റ്, അവനത് ഭക്ഷിക്കുകയും ചെയ്തു. ദിസ് ടൈം ദ പാരൻസ് വെയർ വെരി ഹാപ്പി, അങ്ങനെ ഇവൻ്റെ ഒരു സഹോദരന് മത്സ്യത്തെ ലഭിച്ച സമയത്ത് അവൻ്റെ രക്ഷിതാക്കൾ വളരെ ഹാപ്പി ആയിരുന്നു. ദ സർക്കിൾഡ് ഹിം വിത്ത് ഹാപ്പി, അവർ സന്തോഷം കൊണ്ട് അവനെ ചുറ്റുകയും ചെയ്തു. ആൻഡ് ദേ അപ്രീഷിയേറ്റഡ് ഹിസ് ബ്രദർ, അങ്ങനെ അവൻ്റെ രക്ഷിതാക്കൾ അവൻ്റെ സഹോദരനെ അവർ അപ്രീഷിയേറ്റ് ചെയ്യുക, അഭിനന്ദിക്കുകയും ചെയ്തു. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ യങ്സീകളുടെ, നമ്മുടെ കുട്ടിക്കടൽക്കാക്കയുടെ അവസ്ഥ എന്തായിരുന്നു? ദ യങ്സീകൾ ഫെൽറ്റ് ഹംഗ്രി, അവന് വിശപ്പ് തോന്നുകയാണ്. കാരണം എന്താണ്? ഹി ഹാഡിൻ ഈറ്റൻ എനിത്തിങ് സിൻസ് ലാസ്റ്റ് നൈറ്റ്, കഴിഞ്ഞ ദിവസം രാത്രി മുതൽ അവൻ ഇതുവരെ ഒന്നും ഭക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹി ഫെൽറ്റ് ഹംഗ്രി, അവന് വിശപ്പ് തോന്നുകയാണ്. സോ ഹി സെർച്ച്ഡ് ഫോർ ഫുഡ്, അവന് വിശപ്പ് തോന്നിയത് കൊണ്ട് തന്നെ അവന് അവിടെ ഭക്ഷണത്തിന് വേണ്ടി തിരയുകയാണ്. ഫസ്റ്റ് ഹി ഗോട്ട് എ ഡ്രൈഡ് പീസ് ഓഫ് മാക്രൈൽസ് ടെയിൽ, അങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി അവന് തിരയുന്ന സമയത്ത് അയലയുടെ ഉണങ്ങിയ ഒരു വാലിൻ്റെ കഷ്ണം അവന് ലഭിക്കുകയാണ്. ഹി എയ്റ്റ് ഇറ്റ്, ആ ഒരു അയലയുടെ ഉണങ്ങിയ ഒരു വാലിൻ്റെ കഷ്ണം അവന് ഭക്ഷിച്ചു. ബട്ട് ദാറ്റ് ഫുഡ് ഡിഡിൻ ഗീവ് ഹിം എനി റിലാക്സേഷൻ, പക്ഷേ അത് കഴിച്ചത് അവന് വലിയ റിലാക്സേഷൻ ഒന്നും കൊടുത്തില്ല. കാരണം ഇറ്റ് വാസ് എ ഡ്രൈഡ് പീസ് ഓഫ് മാക്രൈൽസ് ടെയിൽ, അത് അയലയുടെ ഒരു വാലിൻ്റെ ഉണങ്ങിയ ചെറിയൊരു കഷ്ണമായിരുന്നു. സോ ഹീ സെർച്ച്ഡ് ഫോർ ഫുഡ് അഗെയിൻ, അങ്ങനെ വീണ്ടും അവന് ഭക്ഷണത്തിന് വേണ്ടി തിരയുകയാണ്. ദിസ് ടൈം ഹീ ഗോട്ട് ഡ്രൈഡ് പീസ് ഓഫ് എഗ് ഷെൽ ഫ്രം ഹിസ് നെസ്റ്റ്, അങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി രണ്ടാമത് തിരയുന്ന സമയത്ത് എന്താണ് അവന് ലഭിക്കുന്നത്? അവൻ്റെ തന്നെ കൂട്ടിൽ നിന്ന് അവന് മുട്ടത്തോടുകൾ ലഭിക്കുകയാണ്. ആൻഡ് ഹീ എയ്റ്റ് ഇറ്റ്, അതും അവന് ഭക്ഷിക്കുകയാണ്. ഈറ്റിംഗ് ദ എഗ് ഷെൽ ഫ്രം ഹിസ് നെസ്റ്റ് വാസ് ലൈക്ക് ഈറ്റിംഗ് പാർട്ട് ഓഫ് ഹിം, അവൻ്റെ കൂട്ടിൽ നിന്ന് തന്നെ ലഭിച്ചിട്ടുള്ള ആ ഒരു മുട്ടത്തോടുകൾ കഴിച്ചത് അവൻ്റെ തന്നെ സ്വയം ഭാഗം കഴിക്കുന്നത് പോലെയായിരുന്നു. അങ്ങനെ പറയാൻ കാരണം എന്താണ്? ബിക്കോസ് വൺസ് ദ എഗ് ഷെൽ വാസ് പാർട്ട് ഓഫ് ഹിം, ഒരിക്കൽ ആ ഒരു മുട്ടത്തോടുകൾ അവൻ്റെ സ്വയം ഭാഗമായിരുന്നു. അതായത് അവൻ്റെ കൂട്ടിൽ നിന്ന് തന്നെ ലഭിച്ചിട്ടുള്ള ആ ഒരു മുട്ടത്തോടുകൾ കഴിച്ചത് അവൻ്റെ തന്നെ സ്വയം ഭാഗം ഭക്ഷിക്കുന്നത് പോലെയായിരുന്നു. ഇറ്റ് ഷോസ് ഹി വാസ് വെരി ഹംഗ്രി, ഇത് കാണിക്കുന്നത് എന്താണ്? അവൻ അത്രത്തോളം വിശപ്പായിരുന്നു. ആക്ച്വലി ഹി ഹാഡ് ഡ്രീം ടു ഫ്ലൈ, യഥാർത്ഥത്തിൽ അവന് പറക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് ഹി ഹാഡ് നോ കോൺഫിഡൻസ് ആൻഡ് കറേജ്, പക്ഷെ അവൻ എന്തില്ലായിരുന്നു? ആത്മവിശ്വാസം ഇല്ലായിരുന്നു, അതുപോലെ തന്നെ ധൈര്യവും അവനില്ലായിരുന്നു. ഹി വാസ് അഫ്രൈഡ് ടു ഫ്ലൈ, അവന് പറക്കാൻ പേടിയായിരുന്നു. അപ്പോൾ അവൻ്റെ പ്രശ്നം എന്തായിരുന്നു? ഹിസ് പ്രോബ്ലം വാസ് ഫിയർ, അവൻ്റെ പ്രശ്നം പേടിയായിരുന്നു. ആൻഡ് സിറ്റിംഗ് ഓൺ ദ ലെഡ്ജ് ഹി വാച്ച്ഡ് ഹിസ് പാരൻസ്, അങ്ങനെ ആ ഒരു പാറയുടെ മുകളിൽ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് അവൻ്റെ രക്ഷിതാക്കളെ നോക്കുകയാണ്. ദേ വെർ ഇൻ റെസ്റ്റ്, അവർ റെസ്റ്റിലായിരുന്നു. ദേ വെർ നോട്ട് ലുക്കിംഗ് അറ്റ് ഹിം, അവനെ നോക്കുന്നുണ്ടായിരുന്നില്ല. സോ ഹി ട്രൈ ടു ടേക്ക് ദ നോട്ടീസ് ഓഫ് ഹിസ് പാരൻസ്, അതുകൊണ്ട് തന്നെ അവൻ്റെ രക്ഷിതാക്കളുടെ ശ്രദ്ധ ഇങ്ങോട്ട് ക്ഷണിക്കാൻ വേണ്ടി അവന് ശ്രമിക്കുകയാണ്. അതായത് രക്ഷിതാക്കൾ ഇവനെ നോക്കാനും വേണ്ടി അവന് ചില കാര്യങ്ങൾ ചെയ്യുകയാണ്. എന്തൊക്കെയാണ് അവൻ ചെയ്യുന്നത്? ഹീ സ്റ്റുഡ് ഓൺ 1 ലെഗ്, ഒറ്റക്കാലിൽ നിൽക്കുകയാണ്. ആൻഡ് ഹി ക്ലോസ്ഡ് ഐസ്, അതുപോലെ തന്നെ കണ്ണുകൾ ക്ലോസ് ചെയ്ത് അടക്കുകയാണ്. ആൻഡ് ഹി ആക്റ്റഡ് ലൈക്ക് സ്ലീപ്പിംഗ് ആൻഡ് ടയേർഡ്, ഉറങ്ങുന്നത് പോലെ അതല്ലെങ്കിൽ ടയേർഡ് ആയതുപോലെ അവന് അഭിനയിക്കുകയാണ്. എന്തിനു വേണ്ടി? അവൻ്റെ രക്ഷിതാക്കൾ അവനെ നോക്കാനും വേണ്ടി. ദിസ് ടൈം ഓൺലി ഹിസ് മദർ വാസ് ലുക്കിംഗ് അറ്റ് ഹിം, ഈ ഒരു സമയത്ത് അവൻ്റെ അമ്മ മാത്രമായിരുന്നു അവനെ വീക്ഷിച്ചു കൊണ്ടിരുന്നത്. ഹിസ് മദർ അണ്ടർസ്റ്റുഡ് ദ പത്തറ്റിക് കണ്ടീഷൻ ഓഫ് ദ യങ് സീഗൾ,
ആ യങ്സീകളിൻ്റെ അതായത് കുട്ടിക്കടൽക്കാക്കയുടെ അമ്മ അവൻ്റെ ആ ഒരു മോശം വളരെ പരിതാപകരമായിട്ടുള്ള ആ ഒരു അവസ്ഥ മനസ്സിലാക്കുകയാണ്. ആൻഡ് ഷീ അണ്ടർസ്റ്റുഡ് ദാറ്റ് അൺലെസ് ഷീ ഇൻ്റർഫിയർഡ് ഹി വുഡ് നോട്ട് ഫ്ലൈ. ഈ ഒരു അമ്മ മനസ്സിലാക്കുകയാണ്, ഈ ഒരു കാര്യത്തിൽ അമ്മ ഇടപെട്ടിട്ടില്ല എങ്കിൽ അവന് ഒരിക്കലും പറക്കാൻ സാധിക്കില്ല എന്ന് അമ്മക്ക് മനസ്സിലാകുകയാണ്. സോ ഷീ ഡിസൈഡഡ് ടു പ്ലേ എ ട്രിക്ക് ടു മേക്ക് ഹിം ഫ്ലൈ. അതുകൊണ്ട് തന്നെ അവൻ്റെ അമ്മ അവനെ പറപ്പിക്കാൻ വേണ്ടി ഒരു ട്രിക്ക്, ഒരു സൂത്രം കളിക്കാൻ വേണ്ടി അമ്മ തീരുമാനിക്കുകയാണ്. അവൻ്റെ അമ്മ എന്താണ് ചെയ്യുന്നത്? മദർ സീഗൾ ടുക്ക് എ പീസ് ഓഫ് ഫിഷ്. അവരമ്മ പക്ഷി ഒരു മത്സ്യത്തിൻ്റെ ഒരു കഷ്ണം എടുക്കുകയാണ്. ആൻഡ് ഷീ ഫ്ലൂ ടു ഹിം. അങ്ങനെ അവൻ്റെ അടുത്തേക്ക് പറക്കുകയാണ്. ദ യങ് സീഗൾ വാസ് വെരി ഹാപ്പി ടു സീ ഇറ്റ്. ഇത് കണ്ട സമയത്ത് ഈ ഒരു കുട്ടിക്കടൽക്കാക്കക്ക് വളരെ സന്തോഷം തോന്നുകയാണ്. കാരണം എന്താണ്? അവൻ്റെ അമ്മ ഒരു മത്സ്യത്തിൻ്റെ കഷ്ണം എടുത്തുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പറന്നു വരികയാണ്. ഇത് കണ്ട സമയത്ത് ആ ഒരു കുട്ടിക്കടൽക്കാക്കക്ക് വളരെ സന്തോഷം തോന്നുകയാണ്. ആൻഡ് ദ മദർ ബേർഡ് കെയിം നിയർ ഹിം with a piece of fish and stopped in front of him. അമ്മ പക്ഷി എന്ത് ചെയ്യാണ്? അവൻ്റെ അടുത്ത് വരികയാണ്. എന്തുകൊണ്ട്? ആ ഒരു മത്സ്യത്തിൻ്റെ കഷ്ണം എടുത്തുകൊണ്ട്. ദെൻ സ്റ്റോപ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. അവൻ്റെ തൊട്ടടുത്തെത്തിയ സമയത്ത് അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്, നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് യങ്സീകൾ, അതായത് ആ ഒരു കുട്ടിക്കടൽക്കാക്ക എവിടെയാണുള്ളത്? കുട്ടിക്കടൽക്കാക്ക ആ ഒരു പാറയുടെ അറ്റത്ത് നിൽക്കുകയാണ്. അതേസമയം തന്നെ അവൻ്റെ അമ്മ ആ ഒരു മത്സ്യത്തിനെ കൊണ്ട് അവൻ്റെ തൊട്ട് മുമ്പിൽ നിൽക്കുകയാണ്, ആ ഒരു കടലിന് മുകളിൽ നിൽക്കുകയാണ്. യങ്സീഗൾ വാസ് വെരി ഹംഗ്രി. യങ്സീഗൾ ആണെങ്കിലോ വളരെ വിശന്ന് നിൽക്കുകയാണ്. ആൻഡ് ടയേർഡ് ഔട്ട് ഓഫ് ഹങ്കർ ഹി ഡൈവ്ഡ് ഫോർ ദ ഫിഷ്. ആ ഒരു വിശപ്പിനാൽ ആകെ തളർന്ന ഒരു അവസ്ഥയിൽ അവനെ ആ ഒരു മത്സ്യത്തിനു വേണ്ടി അവനെ ആ ഒരു കടലിലേക്ക് എടുത്ത് ചാടുകയാണ്, അമ്മയുടെ അടുത്തേക്ക് ചാടുകയാണ്. ഹി ജംപ്ഡ് ടു ഗെറ്റ് ദ ഫിഷ് ആൻഡ് ഫെൽ ഡൗൺ വാർഡ്സ്. അങ്ങനെ ആ ഒരു മത്സ്യത്തെ കിട്ടാൻ വേണ്ടി അമ്മയുടെ അടുത്തുള്ള ഒരു മത്സ്യത്തെ കിട്ടാൻ വേണ്ടി അവനെ ആ ഒരു കടലിലേക്ക് എടുത്ത് ചാടുകയാണ്. ആൻഡ് ഫെൽ ഡൗൺ വാർഡ്സ്. താഴോട്ട് വീഴുകയാണ്. ആക്ച്വലി ഹി വാസ് ഫാളിങ് ഡൗൺ വാർഡ്സ്. അവന് താഴോട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. ദിസ് ടൈം ഹി ട്രൈ ടു ഫ്ലാപ്പ് ഹിസ് വിങ്സ്. അവൻ എന്ത് ചെയ്യാണ്? അവൻ്റെ ചിറകുകൾ അടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ദെൻ ആഫ്റ്റർ സം ടൈം ഹി കുഡ് ഏബിൾ ടു ഫ്ലാപ്പ് ഹിസ് വിങ്സ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവന് സ്വയം അവൻ്റെ ചിറകുകൾ അടിക്കാൻ അവന് സാധിക്കുകയാണ്. ആൻഡ് ഹി സ്റ്റാർട്ടഡ് ടു ഫ്ലൈ. അങ്ങനെ അവന് പറക്കാൻ തുടങ്ങുകയാണ്. ആൻഡ് ഹി ലേൺ ടു ഫ്ലൈ. അവന് പറക്കാൻ പഠിക്കുകയും ചെയ്തു. ആൻഡ് ഹിസ് പാരൻസ് ആൻഡ് സിബ്ലിങ്സ് വെയർ വെരി ഹാപ്പി. ഇത് കണ്ട സമയത്ത് അവൻ്റെ രക്ഷിതാക്കളും അതുപോലെ തന്നെ അവൻ്റെ സിബ്ലിങ്സ്, അവൻ്റെ കൂടപ്പിറപ്പുകൾക്കും വളരെ സന്തോഷമായി. ദേ അപ്രിഷിയേറ്റഡ് ഹിം. അവരെല്ലാവരും അവനെ അഭിനന്ദിച്ചു. ഓക്കെ, ദിസ് ഈസ് ദ സ്റ്റോറി ഓഫ് യങ് സീഗൾസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ഇതാണ് ആ ഒരു കുട്ടിക്കടൽക്കാക്കയുടെ ആദ്യത്തെ പറക്കലിൻ്റെ കഥ. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, അവൻ്റെ ആദ്യത്തെ പറക്കൽ. ദെൻ ഇനി ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ, പരീക്ഷകളിലൊക്കെ എഴുതാൻ പറ്റാവുന്ന ചില പോയിന്റുകൾ കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. ദ യങ് സീഗൾസ് പ്രോബ്ലം വാസ് ഫിയർ, ലാക്ക് ഓഫ് കോൺഫിഡൻസ്, ലാക്ക് ഓഫ് കറേജ്. ഈ ഒരു കുട്ടിക്കടൽക്കാക്കയുടെ യഥാർത്ഥ പ്രശ്നം എന്തായിരുന്നു? ഫിയർ, പേടിയായിരുന്നു. അതുപോലെ തന്നെ ലാക്ക് ഓഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസത്തിൻ്റെ കുറവായിരുന്നു, അല്ലെങ്കിൽ ആത്മവിശ്വാസം ഇല്ലാത്തതായിരുന്നു. ലാക്ക് ഓഫ് കറേജ്, ധൈര്യം ഇല്ലാത്തതുമായിരുന്നു. ദെൻ the story highlights the importance of independence, confidence and motivation. ഈ ഒരു കഥ ഉയർത്തി കാണിക്കുന്നത് എന്താണ്? ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡിപെൻഡൻസ്, സ്വതന്ത്രത്തിൻ്റെ പ്രാധാന്യമാണ്. ആൻഡ് കോൺഫിഡൻസ്, അതുപോലെ തന്നെ ആത്മവിശ്വാസത്തിൻ്റെ. ആൻഡ് മോട്ടിവേഷൻ, അതുപോലെ തന്നെ പ്രചോദനത്തിൻ്റെയും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കഥയിലൂടെ കാണിച്ചു തരുന്നത്. കോൺഫിഡൻസ് ആൻഡ് കറേജ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ അവർ ലൈഫ്. ആത്മവിശ്വാസവും അതുപോലെ തന്നെ ധൈര്യവും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. വി കാൺ അച്ചീവ് അവർ ഡ്രീം ഇഫ് വി ഹാവ് ഫിയർ. നമുക്കൊരിക്കലും നമ്മുടെ സ്വപ്നം നേടാൻ സാധിക്കില്ല ഇഫ് വി ഹാവ് ഫിയർ, നമുക്ക് പേടിയുണ്ട് എങ്കിൽ. ടു അച്ചീവ് അവർ ഡ്രീംസ് വി മസ്റ്റ് ഓവർകം അവർ ഫിയർ. നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും പേടിയെ ഓവർകം ചെയ്യണം, തരണം ചെയ്യണം. വി ഷുഡ് ഹാവ് കറേജ് ആൻഡ് കോൺഫിഡൻസ്. നമുക്ക് നിർബന്ധമായിട്ടും ധൈര്യവും അതുപോലെ തന്നെ ആത്മവിശ്വാസവും ഉണ്ടായിരിക്കുകയും വേണം. അതുപോലെ തന്നെ ഈ ഒരു കഥയുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ദ സ്റ്റോറി ഷോസ് ദ റോൾ ഓഫ് മോട്ടിവേഷൻ ഫ്രം ദ പാരൻസ്. രക്ഷിതാക്കളിൽ നിന്ന് ലഭിക്കേണ്ട പ്രചോദനത്തിൻ്റെ പങ്കും ഈ ഒരു കഥ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതായത് ഹിയർ ദ യങ് സീഗൾസ് മദർ ഹെൽപ്സ് ഹിം ടു ഫ്ലൈ. ഇവിടെ ആ ഒരു കുട്ടിക്കടൽക്കാക്കയെ പറക്കാൻ വേണ്ടി സഹായിക്കുന്നത് ആ ഒരു കുട്ടിക്കടൽക്കാക്കയുടെ അമ്മയാണ്. മദർ ബേർഡ് പ്ലേഡ് ദ ട്രിക്ക് അറ്റ് ദ റൈറ്റ് ടൈം. അമ്മ പക്ഷി യഥാർത്ഥ സമയത്ത് ഒരു ട്രിക്ക് പ്ലേ ചെയ്യാണ്, ഒരു സൂത്രം കളിക്കുകയാണ്.
ആൻഡ് ദ ആക്ഷൻ ഓഫ് ദ മദർ വാസ് ലിറ്റിൽ ക്രൂവൽ. ഒരു പക്ഷേ ആ ഒരു സമയത്ത് അമ്മ പക്ഷി ചെയ്ത കാര്യം നമുക്ക് ക്രൂരമായിട്ട് തോന്നിയേക്കാം. ബട്ട് ഇറ്റ് ഈസ് ജസ്റ്റിഫയബിൾ. പക്ഷേ ഇതെന്താണ്, ന്യായീകരിക്കാൻ പറ്റാവുന്നതാണ്. ഇറ്റ് വാസ് ഗുഡ്. നമുക്ക് പറയാമെന്ത്, അമ്മ പക്ഷി ചെയ്ത ആ ഒരു കാര്യം നല്ല കാര്യമാണെന്ന് പറയാം. കാരണം എന്താണ്, ഷി വാസ് ട്രൈങ് ടു ടീച്ച് ഹിം ഹൗ ടു ഫ്ലൈ. അമ്മ പക്ഷി ആ ഒരു കുട്ടിക്കടൽക്കാക്കയെ പറക്കാൻ വേണ്ടി പഠിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രവൃത്തിയെ നമുക്ക് നല്ലതാണ് എന്ന് പറയാം. അമ്മ പക്ഷി ചെയ്ത ആ ഒരു കാര്യത്തെ വളരെ നല്ലതാണ് എന്ന് നമുക്ക് പറയാം. ഇനി ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പരീക്ഷകളിൽ 100% ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് റോൾ ഓഫ് പാരൻസ് ഇൻ ഹെൽപ്പിംഗ് ദെയർ ചിൽഡ്രൻ. മക്കളെ സഹായിക്കുന്നതിൽ മാതാപിതാക്കളുടെ പങ്ക്. ഇതുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റായിട്ട് ഈ ഒരു പാഠഭാഗത്തിൽ നിന്ന് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഇതിന് മുമ്പേ നാം ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ഒരു പോയിന്റുകൾ നമുക്ക് ആൻസറായിട്ട് എഴുതാം. അതല്ല ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചോദ്യമെങ്കിൽ ഇനി നാം പറയുന്ന പോയിന്റുകൾ നമുക്ക് ആൻസറിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. ഏതൊരു വിദ്യാർത്ഥിക്കും വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാകുന്ന തരത്തിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഷയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. പാരൻസ് ഹാവ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഹെൽപ്പിംഗ് ദെയർ ചിൽഡ്രൻ ടു അച്ചീവ് ദെയർ ഡ്രീം. രക്ഷിതാക്കൾക്ക് വലിയ ഒരു പങ്കുണ്ട് ഇൻ ഹെൽപ്പിംഗ് ദെയർ ചിൽഡ്രൻ, അവരെ കുട്ടികളെ സഹായിക്കുന്നതിൽ, ടു അച്ചീവ് ദെയർ ഡ്രീം, ആ ഒരു കുട്ടികളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നതിൽ. പാരൻസ് ഹെൽപ്പ് അസ് ടു അച്ചീവ് അവർ ഡ്രീംസ്. നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ രക്ഷിതാക്കൾ നമ്മെ സഹായിക്കുന്നു. ദേ പ്രൊവൈഡ് ഓൾ ദ ഫെസിലിറ്റീസ് ടു അസ്. അവർ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഒരുക്കി തരുന്നു. ദേ ഗീവ് അസ് മണി, അവർ നമുക്ക് പണം തരുന്നു. ദേ ഗീവ് അസ് ഫുഡ്, അവർ നമുക്ക് ഭക്ഷണം തരുന്നു. ദേ പ്രൊട്ടക്റ്റ് ആൻഡ് നർച്ചർ അസ്, അവർ നമ്മെ സംരക്ഷിക്കുകയും നമ്മെ പോറ്റി പരിപാലിക്കുകയും ചെയ്യുന്നു. ദേ മേക്ക് അസ് ഗുഡ് സിറ്റിസൺസ്, അവർ നമ്മെ നല്ല പൗരന്മാരാക്കുന്നു. ദേ മോട്ടിവേറ്റ് അസ്, അവർ നമ്മെ പ്രചോദിപ്പിക്കുന്നു. ദേ ഗീവ് അസ് ഇൻസ്പിരേഷൻ, അവർ നമുക്ക് പ്രചോദനം നൽകുന്നു. പാരൻസ് ഫുൾഫിൽ ദ നീഡ് ഓഫ് ദെയർ ചിൽഡ്രൻ, അവരുടെ കുട്ടികളുടെ ആവശ്യങ്ങൾ പാരൻസ് നിറവേറ്റുന്നു. ദേ ട്രൈ ടു മേക്ക് അസ് ഹാപ്പി, അവർ നമ്മെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു. ദേ സാക്രിഫൈസ് ദെയർ ലൈഫ് ഫോർ ദെയർ ചിൽഡ്രൻ, കുട്ടികൾക്കും വേണ്ടി സ്വയം ജീവിതം അവർ ത്യാഗം ചെയ്യുന്നു. ദേ ലവ് അസ്, അവർ നമ്മെ സ്നേഹിക്കുന്നു. ദേ എൻകറേജ് അസ്, അവർ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. ദേ ലിവ് ഫോർ അസ്, അവർ നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ദേ ഗീവ് അസ് എഡ്യൂക്കേഷൻ, അവർ നമുക്ക് വിദ്യാഭ്യാസം നൽകുന്നു. ദേ സെൻഡ് അസ് ടു സ്കൂൾസ്, അവർ നമ്മെ സ്കൂളുകളിലേക്ക് അയക്കുന്നു. പാരൻസ് ഹെൽപ്പ് അസ് ടു ഫേസ് ദ ചലഞ്ചസ് ഓഫ് ലൈഫ്, ജീവിതത്തിലെ വെല്ലുവിളികൾ നേരിടാൻ രക്ഷിതാക്കൾ നമ്മെ സഹായിക്കുന്നു. ദേ ട്രൈ ദെയർ ബെസ്റ്റ് ടു അച്ചീവ് അവർ ഡ്രീം, നമ്മുടെ സ്വപ്നം നേടിയെടുക്കാനും വേണ്ടി അവരാൽ സാധിക്കുന്നതിൽ പരമാവധി അവർ കാര്യങ്ങൾ ചെയ്യുന്നു. പാരൻസ് റോൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ലൈഫ്, നമ്മുടെ ജീവിതത്തിൽ രക്ഷിതാക്കളുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ദേ എൻജോയ് ആൻഡ് അപ്രിഷിയേറ്റ് അസ് വെൻ വി അച്ചീവ് അവർ ഡ്രീംസ്, നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്ന സമയത്ത് അവർ നമ്മെ അപ്രീഷിയേറ്റ് ചെയ്യുകയും അഭിനന്ദിക്കുകയും അതുപോലെ തന്നെ അവർ ആസ്വദിക്കുകയും ചെയ്യുന്നു. ഓക്കെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ട് റോൾ ഓഫ് പാരൻസ് ഇൻ ഹെൽപ്പിംഗ് ദെയർ ചിൽഡ്രൻ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നാം ആൻസർ എഴുതുന്ന സമയത്ത് അവയിൽ ഉൾപ്പെടുത്താൻ പറ്റാവുന്ന വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇവിടെ നാം ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് 1ാം യൂണിറ്റിലെ 2ാം ചാപ്റ്ററായ ഐ വിൽ ഫ്ലൈ എന്ന പ്രസംഗത്തിൻ്റെ സമ്മറിയിലേക്ക് പ്രവേശിക്കാം. ഐ വിൽ ഫ്ലൈ, ഞാൻ പറക്കും. ഐ വിൽ ഫ്ലൈ ഈസ് എ സ്പീച്ച് ബൈ ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇത് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു പ്രസംഗമാണ്. ആരായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം? ഹി വാസ് ദ ഫോമർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആൻഡ് എ ഫേമസ് സയൻറ്റിസ്റ്റ്. അദ്ദേഹം ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്നു, അതുപോലെ തന്നെ അറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞനുമായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇനി ഈ ഒരു പ്രസംഗത്തിൻ്റെ സമ്മറിയിലേക്ക് പ്രവേശിക്കാം. In the beginning of the speech, Dr. APJ Abdul Kalam says, "Ignited mind of the youth is the most powerful resource on the earth." ഈ ഒരു പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഡോക്ടർ APJ അബ്ദുൽ കലാം നമ്മോട് പറയുകയാണ്, ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് ദ യൂത്ത് ഈസ് ദ മോസ്റ്റ് പവർഫുൾ റിസോഴ്സ് ഓൺ ദ എർത്ത്. യുവാക്കളുടെ ജ്വലിക്കുന്ന മനസ്സാണ് ഈ ഒരു ഭൂമിയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള വിഭവം, ഏറ്റവും ശക്തമായിട്ടുള്ള റിസോഴ്സ് എന്ന് പറയുന്നത്. അതായത് യുവാക്കളാണ് ഈ ഒരു ഭൂമിയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള വിഭവം എന്ന് ഡോക്ടർ APJ അബ്ദുൽ കലാം പറയുകയാണ്. ആൻഡ്
ഇൻ ദി സ്പീച്ച് ഡോക്ടർ APJ അബ്ദുൽ കലാം ഷെയർസ് ഹിസ് എക്സ്പീരിയൻസ്. ഈ ഒരു പ്രസംഗത്തിലൂടെ അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം പങ്കുവെക്കുകയാണ്. അദ്ദേഹം ഇവിടെ പങ്കുവെക്കുന്ന ഒരു അനുഭവം എന്താണ്? ഹി വെൻറ്റ് ടു എ വില്ലേജ് ടു ഇനാഗുറേറ്റ് എ പ്രോഗ്രാം. അദ്ദേഹം ഒരിക്കൽ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഒരു ഗ്രാമത്തിലേക്ക് പോയി. ദ നെയിം ഓഫ് ദ പ്രോഗ്രാം വാസ് ശാസ്ത്രയാൻ. അദ്ദേഹം ഉദ്ഘാടനത്തിന് വേണ്ടി പോയ ആ ഒരു പ്രോഗ്രാമിൻ്റെ പേര് ശാസ്ത്രയാൻ എന്നായിരുന്നു. There were 5,000 students and their family members as audience. അവിടെ ഓഡിയൻസ് ആയിട്ട് ഏകദേശം 5000-ഓളം വിദ്യാർത്ഥികളും അവരുടെ കുടുംബങ്ങളും രക്ഷിതാക്കളും അവിടെ ഓഡിയൻസ് ആയിട്ട് ഉണ്ടായിരുന്നു. His speech was on the topic Science Empowers the Nation. അങ്ങനെ ആ ഒരു പ്രോഗ്രാമിലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ടോപ്പിക് സയൻസ് എംപവേഴ്സ് ദ നേഷൻ. ശാസ്ത്രം ഒരു രാഷ്ട്രത്തെ ശാക്തീകരിക്കുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ടോപ്പിക്. Then after his inaugural address, many students raised their hands to ask questions. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം ധാരാളം വിദ്യാർത്ഥികൾ ഡോക്ടർ APJ അബ്ദുൽ കലാമിനോട് ചോദ്യം ചോദിക്കാനും വേണ്ടി അവരുടെ കൈകൾ ഉയർത്തുകയാണ്. Due to the limited availability of time, he selected 12 students to ask questions. സമയക്കുറവ് കൊണ്ട് തന്നെ അദ്ദേഹം അതിൽ കൈകൾ ഉയർത്തിയതിൽ വെച്ച് 12 കുട്ടികളെ അദ്ദേഹം ചോദ്യം ചോദിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുകയാണ്. എ ബോയ് ആസ്ക്ഡ് ഹിം എ ക്വസ്റ്റ്യൻ. അങ്ങനെ അതിൽ വെച്ച് ഒരു ആൺകുട്ടി അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇറ്റ് വാസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. അതായത് ഡോക്ടർ APJ അബ്ദുൽ കലാം ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവുകയും അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം ധാരാളം വിദ്യാർത്ഥികൾ ചോദ്യം ചോദിക്കാൻ വേണ്ടി കൈകൾ ഉയർത്തുകയും ചെയ്യുകയാണ്. പക്ഷേ സമയക്കുറവ് കൊണ്ട് തന്നെ അദ്ദേഹം കുറച്ച് കുട്ടികളെ മാത്രം 12 കുട്ടികൾ അദ്ദേഹം ചോദ്യം ചോദിക്കാൻ വേണ്ടി സെലക്ട് ചെയ്യുകയാണ്. അവിടെ വെച്ച് ഒരു ആൺകുട്ടി അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. Here, in this speech, Dr. APJ Abdul Kalam shares that question of the boy and his answer to that question. ഈ ഒരു പ്രസംഗത്തിലൂടെ ഡോക്ടർ APJ അബ്ദുൽ കലാം നമ്മോട് ഷെയർ ചെയ്യുന്നത് ആ ഒരു പ്രോഗ്രാമിൽ വെച്ച് ഒരു ആൺകുട്ടി ചോദിച്ചിട്ടുള്ള ആ ഒരു ചോദ്യവും അദ്ദേഹം കൊടുത്ത മറുപടിയുമാണ് ഈ ഒരു പ്രസംഗത്തിലൂടെ അദ്ദേഹം നമ്മോട് പറയുന്നത്. The question was from a teenager. അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചത് ഒരു കൗമാരക്കാരനായിരുന്നു. He was a village boy. ഒരു ഗ്രാമത്തിലുള്ള ഒരു ആൺകുട്ടിയായിരുന്നു അവൻ. He was nervous to talk. ആ ഒരു ആൺകുട്ടിക്ക് ചോദ്യം ചോദിക്കാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ പരിഭ്രാന്തനായിരുന്നു. He says he hadn't asked any question in his class. അങ്ങനെ ആ ആൺകുട്ടി ഡോക്ടർ APJ അബ്ദുൽ കലാമിനോട് പറയുകയാണ് അവൻ ഇതുവരെ ക്ലാസ്സിൽ വെച്ച് ഒരു ചോദ്യം പോലും ചോദിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. കാരണം എന്താണ്? ഹിസ് പ്രോബ്ലം വാസ് ഫിയർ ആൻഡ് ലാക്ക് ഓഫ് കോൺഫിഡൻസ്. ആ ആൺകുട്ടിയുടെ പ്രശ്നം എന്തായിരുന്നു? ഫിയർ, പേടിയായിരുന്നു. ആൻഡ് ലാക്ക് ഓഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസമില്ലായ്മയായിരുന്നു അവൻ്റെ പ്രശ്നം. അതായത് ഹി ഡിഡ്ന്റ് ഹാവ് സെൽഫ് കോൺഫിഡൻസ്. അവനെന്തില്ലായിരുന്നു? ആത്മവിശ്വാസം ഇല്ലായിരുന്നു. Then the boy shares his dream to Dr. APJ അബ്ദുൽ കലാം. അങ്ങനെ ആ ഒരു ആൺകുട്ടി അവൻ്റെ സ്വപ്നം ഡോക്ടർ APJ അബ്ദുൽ കലാമുമായി പങ്കുവെക്കുകയാണ്. ഹിസ് ഡ്രീം വാസ് ടു ബിക്കം എ മറൈൻ എഞ്ചിനീയർ. ആ ഒരു ആൺകുട്ടിയുടെ സ്വപ്നം എന്തായിരുന്നു? ഒരു മറൈൻ എഞ്ചിനീയർ ആകാനായിരുന്നു. ഹി ലൈക്ഡ് ടു ട്രാവൽ ഇൻ എ ഷിപ്പ്. അതുപോലെ തന്നെ കപ്പലുകളിൽ യാത്ര ചെയ്യാൻ അവൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹി വാണ്ടഡ് ടു ബിക്കം ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. അതുപോലെ തന്നെ ഒരു ഷിപ്പിലെ ക്യാപ്റ്റൻ ആവുക എന്നുള്ളത് അവൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതായത് ആ ഒരു ഗ്രാമത്തിലുള്ള ഒരു ആൺകുട്ടി അവൻ്റെ സ്വപ്നങ്ങൾ ഡോക്ടർ APJ അബ്ദുൽ കലാമുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. എന്തൊക്കെയായിരുന്നു അവൻ്റെ സ്വപ്നങ്ങൾ? ടു ബിക്കം മറൈൻ എഞ്ചിനീയർ, ഒരു മറൈൻ എഞ്ചിനീയർ ആവുക. അതുപോലെ തന്നെ ട്രാവൽ ഇൻ എ ഷിപ്പ്, ഒരു ഷിപ്പിൽ യാത്ര ചെയ്യുക. ദെൻ ടു ബിക്കം ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്, ഒരു ഷിപ്പിലെ ക്യാപ്റ്റൻ ആവുക എന്നുള്ളതൊക്കെയായിരുന്നു ആ ഒരു ആൺകുട്ടിയുടെ സ്വപ്നങ്ങൾ. ബട്ട് ഹി വാസ് നോട്ട് ഷുവർ ദാറ്റ് കുഡ് ഹി അച്ചീവ് ഹിസ് ഡ്രീംസ്. പക്ഷേ അവൻ്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് അവന് ഉറപ്പില്ലായിരുന്നു. ഹിസ് ക്വസ്റ്റ്യൻ ടു ഡോക്ടർ APJ അബ്ദുൽ കലാം വാസ് ഹൗ കുഡ് ഹി അച്ചീവ് ഹിസ് ഡ്രീം. ഡോക്ടർ APJ അബ്ദുൽ കലാമിനോടുള്ള അവൻ്റെ ചോദ്യം എന്തായിരുന്നു? എങ്ങനെ അവൻ്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതായിരുന്നു അവൻ്റെ ചോദ്യം. അതായത് എങ്ങനെ അവൻ്റെ സ്വപ്നങ്ങളെല്ലാം അവന് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാമിനോടുള്ള ആ ഒരു ആൺകുട്ടിയുടെ ചോദ്യം. ദിസ് ടൈം ദ ഓഡിയൻസ് വാസ് ലുക്കിംഗ് അറ്റ് ഡോക്ടർ കലാം ടു ഹിയർ ഹിസ് ആൻസർ.
ഈ ഒരു സമയത്ത് എല്ലാവരും ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. എന്തായിരിക്കും ഈ ഒരു ചോദ്യത്തിന് അദ്ദേഹം നൽകുന്ന മറുപടി എന്നറിയാൻ വേണ്ടി. ഡോക്ടർ കലാം റിസൈറ്റഡ് എ ബ്യൂട്ടിഫുൾ പോം ആസ് ആൻ ആൻസർ ടു ഹിസ് ക്വസ്റ്റ്യൻ. ഈ ഒരു ആൺകുട്ടിയുടെ ചോദ്യത്തിന് മറുപടി എന്ന നിലക്ക് ഡോക്ടർ APJ അബ്ദുൽ കലാം ഒരു മനോഹരമായിട്ടുള്ള ഒരു കവിത പാരായണം ചെയ്യുകയാണ്. ദ ടൈറ്റിൽ ഓഫ് ദ പോം വാസ് ഐ വിൽ ഫ്ലൈ. അദ്ദേഹം അവിടെ പാരായണം ചെയ്തിട്ടുള്ള ആ ഒരു കവിതയുടെ ടൈറ്റിൽ ഐ വിൽ ഫ്ലൈ എന്നതായിരുന്നു. ആൻഡ് ദ കണ്ടന്റ് ഓഫ് ദ പോം വാസ് എവറി വൺ ഈസ് ബോൺ വിത്ത് എബിലിറ്റീസ്, കോൺഫിഡൻസ്, കറേജ്, സക്സസ്, ഗുഡ്നെസ്, ഐഡിയാസ്, ഡ്രീംസ് ആൻഡ് ഗ്രേറ്റ്നെസ്. അദ്ദേഹം അവിടെ പാരായണം ചെയ്തിട്ടുള്ള ഐ വിൽ ഫ്ലൈ എന്ന ആ ഒരു കവിതയുടെ കണ്ടന്റ്, ഉള്ളടക്കം എന്തായിരുന്നു? എല്ലാവരും ജനിച്ചിരിക്കുന്നത് എബിലിറ്റീസ്, കഴിവുകളോട് കൂടിയാണ്, കോൺഫിഡൻസ്, ആത്മവിശ്വാസത്തോടു കൂടിയാണ്, കറേജ്, ധൈര്യത്തോടു കൂടിയാണ്, സക്സസ്, വിജയത്തോടു കൂടിയാണ്, ഗുഡ്നെസ്, നന്മയോടുകൂടിയാണ്, ഐഡിയാസ്, സങ്കല്പങ്ങളോട് കൂടിയാണ്, ദെൻ ഡ്രീംസ്, സ്വപ്നങ്ങളോടുകൂടിയാണ്, ആൻഡ് ഗ്രേറ്റ്നെസ്, മഹത്വത്തോടു കൂടിയാണ്. ഇതായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം അവിടെ വെച്ച് പാരായണം ചെയ്ത ആ ഒരു കവിതയുടെ കണ്ടന്റ്. അതായത് എല്ലാ ആളുകളും ജനിച്ചിരിക്കുന്നത് എല്ലാ കഴിവുകളോടും കൂടിയാണ് എന്നുള്ളതായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം അവിടെ പാരായണം ചെയ്ത ആ ഒരു കവിതയുടെ കണ്ടന്റ്, ഉള്ളടക്കം. ആൻഡ് ഹി സെഡ് എവറി വൺ ബോൺ വിത്ത് കോൺഫിഡൻസ് ആൻഡ് എബിലിറ്റീസ്. അദ്ദേഹം പറയുകയാണ് എല്ലാവരും ജനിച്ചിരിക്കുന്നത് ആത്മവിശ്വാസത്തോടു കൂടിയാണ്, അതുപോലെ തന്നെ എബിലിറ്റീസ്, ചില കഴിവുകളോട് കൂടിയാണ് എന്ന് ഡോക്ടർ APJ അബ്ദുൽ കലാം പറയുകയാണ്. ത്രൂ ദിസ് പോം ഡോക്ടർ കലാം പ്രൊവൈഡ്സ് കോൺഫിഡൻസ് ടു ദ ബോയ് ആൻഡ് ദ ഓഡിയൻസ് ടു അച്ചീവ് ദെയർ ഡ്രീം. ഈ ഒരു കവിതയിലൂടെ അദ്ദേഹം ആ ഒരു ആൺകുട്ടിക്കും അതുപോലെ തന്നെ അവിടെ വന്നിരിക്കുന്ന ഓഡിയൻസിനും അവരുടെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാനുള്ള ആത്മവിശ്വാസം അദ്ദേഹം നൽകുകയാണ്. ആൻഡ് ഹീ പ്രൊവൈഡഡ് മച്ച് കോൺഫിഡൻസ് ടു ദ ബോയ് ത്രൂ ദിസ് പോം. ഈ ഒരു കവിതയിലൂടെ ആ ഒരു ആൺകുട്ടിക്കും അദ്ദേഹം ആത്മവിശ്വാസം നൽകുകയാണ്. ആൻഡ് ഡോക്ടർ കലാം സേയ്സ് അസ് ടു ബിക്കം യുണീക്ക് ഇൻ അവർ ലൈഫ്. അങ്ങനെ ഡോക്ടർ APJ അബ്ദുൽ കലാം നമ്മോട് പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യുണീക്ക്, അതുല്യരാകണം എന്ന് ഡോക്ടർ APJ അബ്ദുൽ കലാം എല്ലാവരോടും പറയുകയാണ്. ഹി സേയ്സ് ടു ബിക്കം യുണീക്ക് വി ഷുഡ് വർക്ക് ഹാർഡ്. അദ്ദേഹം പറയുകയാണ്, നാം ജീവിതത്തിൽ യുണീക്ക് ആകണം എന്നുണ്ടെങ്കിൽ, യുണീക്ക് മീൻസ് അതുല്യരാകണം എന്നുണ്ടെങ്കിൽ വി ഷുഡ് വർക്ക് ഹാർഡ്, നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം എന്ന് ഡോക്ടർ കലാം എല്ലാവരോടും പറയുകയാണ്. ഓക്കെ, ദിസ് ഈസ് ദ കണ്ടന്റ് ഓഫ് ദ സ്പീച്ച് ഐ വിൽ ഫ്ലൈ. ഇതാണ് ഐ വിൽ ഫ്ലൈ എന്ന ആ ഒരു പ്രസംഗത്തിൻ്റെ ഉള്ളടക്കം. അതായത് ഈ ഒരു പ്രസംഗത്തിലൂടെ ഡോക്ടർ APJ അബ്ദുൽ കലാം അദ്ദേഹത്തിന് ഒരിക്കലുണ്ടായ ഒരു അനുഭവം പങ്കുവെക്കുകയാണ്. എന്താണ് ആ ഒരു അനുഭവം? അദ്ദേഹം ഒരു ഗ്രാമത്തിലേക്ക് ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനും വേണ്ടി, ശാസ്ത്രയാൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനും വേണ്ടി പോവുകയാണ്. അങ്ങനെ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ധാരാളം വിദ്യാർത്ഥികൾ ചോദ്യങ്ങൾ ചോദിക്കാനും വേണ്ടി കൈകൾ ഉയർത്തുകയും സമയത്തിൻ്റെ ദൗർലഭ്യം കൊണ്ട് അദ്ദേഹം 12 കുട്ടികളെ സെലക്ട് ചെയ്യുകയുമാണ്. ആ ഒരു 12 കുട്ടികളിൽപ്പെട്ട ഒരു ആൺകുട്ടി അദ്ദേഹത്തോട് ചോദിച്ച ഒരു ചോദ്യവും അതിന് അദ്ദേഹം നൽകിയ മറുപടിയുമാണ് ഈ ഒരു പ്രസംഗത്തിലൂടെ ഡോക്ടർ APJ അബ്ദുൽ കലാം നമ്മോട് പറയുന്നത്. അദ്ദേഹത്തിനോട് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിച്ച ആ ഒരു ആൺകുട്ടി ഒരു ഗ്രാമത്തിലുള്ള ഒരു കുട്ടിയായിരുന്നു. അവൻ്റെ പ്രശ്നം പേടിയായിരുന്നു, അതുപോലെ തന്നെ ആത്മവിശ്വാസത്തിൻ്റെ കുറവുമായിരുന്നു. അവൻ്റെ സ്വപ്നം ഒരു ഷിപ്പിലെ ക്യാപ്റ്റൻ ആകാനായിരുന്നു, അതുപോലെ തന്നെ ഒരു മറൈൻ എഞ്ചിനീയർ ആകാനായിരുന്നു, അതുപോലെ തന്നെ കപ്പലുകളിൽ യാത്ര ചെയ്യാനുമായിരുന്നു ആ ഒരു ആൺകുട്ടിയുടെ സ്വപ്നം. പക്ഷേ ഹി വാസ് നോട്ട് ഷുവർ ദാറ്റ് കുഡ് ഹി അച്ചീവ് ഹിസ് ഡ്രീം. പക്ഷേ അവൻ്റെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാൻ, നേടിയെടുക്കാൻ സാധിക്കോ എന്നുള്ള കാര്യത്തിൽ അവന് ഉറപ്പില്ലായിരുന്നു. ഹിസ് ക്വസ്റ്റ്യൻ ടു ഡോക്ടർ APJ അബ്ദുൽ കലാം വാസ് ഹൗ കുഡ് ഹി അച്ചീവ് ഹിസ് ഡ്രീം. അങ്ങനെ ഡോക്ടർ APJ അബ്ദുൽ കലാമിനോട് ആ ഒരു ആൺകുട്ടിയുടെ ചോദ്യം എന്തായിരുന്നു? എങ്ങനെ അവൻ്റെ സ്വപ്നങ്ങളെല്ലാം നേടിയെടുക്കാൻ സാധിക്കും, അതല്ലെങ്കിൽ അവൻ്റെ സ്വപ്നങ്ങളെല്ലാം അവന് നേടിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളതായിരുന്നു അവൻ്റെ ആ ഒരു ആൺകുട്ടിയുടെ ഡോക്ടർ APJ അബ്ദുൽ കലാമിനോടുള്ള ചോദ്യം. അതിന് മറുപടിയായിട്ട് ഡോക്ടർ APJ അബ്ദുൽ കലാം ഐ വിൽ ഫ്ലൈ എന്ന ഒരു മനോഹരമായിട്ടുള്ള കവിത പാരായണം ചെയ്യുകയാണ്. ആ ഒരു കവിതയിലൂടെ ഡോക്ടർ APJ അബ്ദുൽ കലാം ആ ഒരു ആൺകുട്ടിക്കും അതുപോലെ തന്നെ അവിടെ വന്നിട്ടുള്ള ഓഡിയൻസിനും ആത്മവിശ്വാസം നൽകുകയാണ്. ഈ ഒരു പ്രസംഗത്തിൻ്റെ അവസാനം ഡോക്ടർ APJ അബ്ദുൽ കലാം എല്ലാവരോടുമായിട്ട് പറയുകയാണ് ടു ബിക്കം യുണീക്ക് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ യുണീക്ക് ആകണം എന്ന് നമ്മോട് പറയുകയാണ്. ടു ബിക്കം യുണീക്ക് വി ഷുഡ് വർക്ക് ഹാർഡ്. നാം ജീവിതത്തിൽ യുണീക്ക് ആകണം എന്നുണ്ടെങ്കിൽ, അതുല്യരാകണം എന്നുണ്ടെങ്കിൽ വി ഷുഡ് വർക്ക് ഹാർഡ്.
നാം ഹാർഡ് വർക്ക് ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം ഈ ഒരു പ്രസംഗത്തിലൂടെ നമ്മോട് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് 1-ാം യൂണിറ്റിലെ 4-ാം ചാപ്റ്ററായ ഈഫ് എന്ന കവിതയുടെ സമ്മറിയിലേക്ക് പ്രവേശിക്കാം. ഈഫ് ഈസ് എ ബ്യൂട്ടിഫുൾ പോം റിട്ടൺ ബൈ റുഡിയാർഡ് കിപ്ലിംഗ്. റുഡിയാർഡ് കിപ്ലിംഗ് എഴുതിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ് ഈഫ് എന്നത്. ഇറ്റ്സ് എ ഡിഡാക്റ്റിക് പോം. ഇത് നമുക്ക് സന്ദേശം നൽകുന്ന അല്ലെങ്കിൽ ഒരു ഉപദേശം നൽകുന്ന ഒരു കവിതയാണ്. ദ തീം ഓഫ് ദിസ് പോം ഈസ് ക്വാളിറ്റീസ് ഓഫ് ഗ്രേറ്റ്നെസ് ഓർ ട്രേറ്റ്സ് ഓഫ് എ പെർഫെക്റ്റ് മാൻ. ഈ ഒരു കവിതയുടെ ആശയമായിട്ട് വരുന്നത് ക്വാളിറ്റീസ് ഓഫ് ഗ്രേറ്റ്നെസ്, മഹത്വത്തിൻ്റെ ഗുണങ്ങളാണ്. അതല്ലെങ്കിൽ ട്രേറ്റ്സ് ഓഫ് എ പെർഫെക്റ്റ് മാൻ, എല്ലാം തികഞ്ഞ ഒരു നല്ല മനുഷ്യൻ്റെ ഗുണങ്ങളാണ് ഈ ഒരു കവിതയുടെ ആശയമായിട്ട് വരുന്നത്. ഹിയർ ഇൻ ദിസ് പോം എ ഫാദർ അഡ്വൈസസ് ഹിസ് സൺ ഓൺ ഹൗ ടു ബിക്കം എ പെർഫെക്റ്റ് മാൻ. ഈ ഒരു കവിതയിലൂടെ ഒരു അച്ഛൻ മകനെ ഉപദേശിക്കുകയാണ് എങ്ങനെ ഒരു നല്ല മനുഷ്യനാകാം എന്നതിനെക്കുറിച്ച്. സോ ദ സ്പീക്കർ ഓഫ് ദിസ് പോം ഈസ് എ ഫാദർ. അതുകൊണ്ട് തന്നെ ഈ ഒരു കവിതയിലെ സ്പീക്കർ, സംസാരിക്കുന്ന ആൾ ഒരു അച്ഛനാണ്. ദ ഫാദർ അഡ്വൈസസ് ഹിസ് സൺ ഓൺ വാട്ട് ടു ഡു ആൻഡ് വാട്ട് നോട്ട് ടു ഡു. ഒരു അച്ഛൻ മകനെ ഉപദേശിക്കുകയാണ് എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ചും എന്തൊക്കെ ജീവിതത്തിൽ ചെയ്യരുത് എന്നതിനെക്കുറിച്ചും. ദ സൺ ഹാസ് ടു ഫോളോ സോ മെനി കണ്ടീഷൻസ് ടു ബിക്കം എ പെർഫെക്റ്റ് മാൻ. എല്ലാം തികഞ്ഞ ഒരു നല്ല ഒരു മനുഷ്യനാകണം എന്നുണ്ടെങ്കിൽ ആ ഒരു മകൻ ധാരാളം കണ്ടീഷൻസ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദ ഫാദർ സേസ് ടു ഹിസ് സൺ ഹി വിൽ ബി എ പെർഫെക്റ്റ് മാൻ ഇഫ് ഹി ഫോളോസ് ഹിസ് അഡ്വൈസ്. അച്ഛൻ മകനോട് പറയുകയാണ് ഹി വിൽ ബി എ പെർഫെക്റ്റ് മാൻ, അവൻ നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യനാകും ഇഫ് ഹി ഫോളോസ് ഹിസ് അഡ്വൈസ്. അച്ഛൻ്റെ ഉപദേശങ്ങൾ മകൻ സ്വീകരിച്ചാൽ, ഫോളോ ചെയ്താൽ. അതായത് ടു ബിക്കം എ പെർഫെക്റ്റ് മാൻ ഹി ഹാസ് ടു ഫോളോ സെർട്ടൈൻ വാല്യൂസ്. എല്ലാം തികഞ്ഞ ഒരു നല്ല ഒരു മനുഷ്യനാകണം എന്നുണ്ടെങ്കിൽ ചില മൂല്യങ്ങൾ അവൻ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത്തരം ജീവിതത്തിൽ ഉണ്ടാകേണ്ട മൂല്യങ്ങളാണ് ഈ ഒരു കവിതയിലൂടെ വിവരിക്കുന്നത്. ഇൻ ദിസ് പോം ദ പോയറ്റ് ഡിസ്ക്രൈബ്സ് ദ ട്രേറ്റ്സ് ഓഫ് എ പെർഫെക്റ്റ് മാൻ. ഈ ഒരു കവിതയിലൂടെ കവി വിവരിക്കുന്നത് എല്ലാം തികഞ്ഞ നല്ല ഒരു മനുഷ്യൻ്റെ ഗുണങ്ങളാണ്. എന്തൊക്കെ ഗുണങ്ങളാണ് ഈ ഒരു കവിതയിലൂടെ വിവരിക്കുന്നത്? കോൺഫിഡൻസ്, ആത്മവിശ്വാസം, പേഷ്യൻസ്, ക്ഷമ, ഓണസ്റ്റി, സത്യസന്ധത, ട്രസ്റ്റ്, വിശ്വാസം, കറേജ്, ധൈര്യം തുടങ്ങിയ ജീവിതത്തിൽ വളരെ നിർബന്ധമായിട്ടും നല്ലൊരു മനുഷ്യനുണ്ടായിരിക്കേണ്ട ഗുണങ്ങളാണ് ഈ ഒരു കവിതയിലൂടെ കവി വിവരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു കവിതയുടെ സമ്മറിയിലേക്ക് പ്രവേശിക്കാം. വി നോ ഇൻ ദിസ് പോം എ ഫാദർ അഡ്വൈസസ് ഹിസ് സൺ ഓൺ ഹൗ ടു ബിക്കം എ പെർഫെക്റ്റ് മാൻ. നമുക്കറിയാം ഈ ഒരു കവിതയിലൂടെ ഒരു അച്ഛൻ മകനെ ഉപദേശിക്കുകയാണ് എങ്ങനെ ഒരു നല്ല മനുഷ്യനാകാം എന്നതിനെക്കുറിച്ച്. എന്തൊക്കെ കാര്യങ്ങളാണ് അച്ഛൻ മകനോട് പറയുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ദ ഫാദർ വാണ്ട്സ് ഹിസ് സൺ ടു ബി കാം ആൻഡ് കൂൾ ഈവൻ അതേഴ്സ് ബ്ലെയിം ഹിം. അച്ഛൻ മകനോട് പറയുകയാണ് അവന് ചുറ്റുമുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ അവനെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് അവൻ ശാന്തനായിരിക്കണം എന്ന് അച്ഛൻ മകനോട് പറയുകയാണ്. വെൻ പീപ്പിൾ ഡൗട്ട് ഹിം ഹി ഷുഡ് ട്രസ്റ്റ് ഹിംസെൽഫ്, ഹി ഷുഡ് ബി കോൺഫിഡൻറ്റ്. ആളുകൾ അവനെ സംശയിക്കുന്ന സമയത്ത് അവൻ സ്വയം വിശ്വസിക്കണം, അതായത് അവന് ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. അറ്റ് ദ സെയിം ടൈം ഹി ഷുഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വൈ പീപ്പിൾ ഡൗട്ട് ഹിം. അവൻ സ്വയം അവനിൽ വിശ്വസിക്കുന്ന സമയത്ത് തന്നെ എന്തുകൊണ്ടാണ് ആളുകൾ അവന് സംശയിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും വേണം. ഹി ഷുഡ് കീപ് പേഷ്യൻസ് വൈൽ വെയിറ്റിംഗ്. കാത്തിരിക്കേണ്ട സമയത്ത് ക്ഷമ ഉണ്ടായിരിക്കണം. വെൻ പീപ്പിൾ ടെൽ ഹിം ലൈസ് ഹി ഷുഡിൻ ഫോളോ ദം. ആളുകൾ അവനോട് കളവ് പറയുന്ന സമയത്ത് ഒരിക്കലും അവരെ ഫോളോ ചെയ്യരുത്, അതല്ലെങ്കിൽ കളവ് അവൻ പറയരുത്. പീപ്പിൾ മേ ഹെയ്റ്റ് ഹിം ബട്ട് ഹീ ഷുഡിൻ ഹെയ്റ്റ് ദം. ആളുകൾ അവനെ വെറുത്തേക്കാം, പക്ഷേ അവൻ ഒരിക്കലും അവരെ വെറുക്കരുത്. ദോ ഡോണ്ട് ബി ഷോ ഓഫ്. ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഷോ ഓഫ് ആവരുത്, ജീവിതം ഒരു ഷോ ഓഫ് ആവരുത്, മറ്റുള്ളവർ കാണാൻ വേണ്ടിയാകരുത്. ടു മച്ച് ഹീറോയിസം ഈസ് നോട്ട് ഗുഡ്. ഓവർ ഹീറോയിസം നല്ലതല്ല.
ഹി ഷുഡ് ഹാവ് ഡ്രീം ബട്ട് നോട്ട് എ ഡ്രീമർ. അവന് സ്വപ്നം ഉണ്ടായിരിക്കണം, പക്ഷേ എപ്പോഴും സ്വപ്നം കാണുക മാത്രമായിരിക്കരുത്. ദാറ്റ് ഈസ് ആക്ട് ഓൺ റിയാലിറ്റി. യാഥാർത്ഥ്യത്തിനനുസരിച്ച് പ്രവർത്തിക്കണം. ഹി മസ്റ്റ് തിങ്ക് ആൻഡ് ആക്ട്. ചിന്തിക്കുകയും വേണം, അതേസമയം തന്നെ പ്രവർത്തിക്കുകയും വേണം. ഹി ഷുഡ് ഫേസ് സക്സസ് ആൻഡ് ഫെയിലിയർ ഇൻ ദ സെയിം മാനർ. വിജയത്തെയും പരാജയത്തെയും ഒരേപോലെ അവൻ പരിഗണിക്കണം. ഹി ഷുഡിൻ കൺസിഡർ ദം ആസ് ഫൈനൽ. വിജയത്തെയോ പരാജയത്തെയോ ജീവിതത്തിൻ്റെ അവസാനമായിട്ട് അവൻ പരിഗണിക്കരുത്. അതേഴ്സ് മേ ട്വിസ്റ്റ് ഹിസ് വേർഡ്സ് ബട്ട് ഹി മസ്റ്റിൻറ്റ് ഫോൾ ഇൻ ടു ദാറ്റ് ട്രാപ്പ്. മറ്റുള്ള ആളുകൾ പക്ഷേ അവൻ്റെ വാക്കുകൾ വളച്ചൊടിച്ചേക്കാം, പക്ഷേ അവരുടെ കെണിയിൽ അവൻ ഒരിക്കലും വീഴരുത്. ഹി ഷുഡ് ബി പ്രിപ്പയർഡ് ടു ടേക്ക് റിസ്ക് ഇൻ ലൈഫ്. ജീവിതത്തിൽ റിസ്ക് എടുക്കാൻ അവൻ തയ്യാറായിരിക്കണം. ഈവൻ വെൻ ദ റിസൾട്ട്സ് ഓഫ് ഹിസ് ഹാർഡ് വർക്ക് ആർ ഡെസ്ട്രോയിഡ് ഓർ ലോസ്റ്റ് ഹി ഷുഡിൻ ഗെറ്റ് അപ്സെറ്റ്. പക്ഷേ അവൻ്റെ ഹാർഡ് വർക്കിൻ്റെ ഫലം, അവൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലം നഷ്ടപ്പെട്ടേക്കാം, അതല്ലെങ്കിൽ നശിച്ചേക്കാം, പക്ഷെ ഒരിക്കലും അവൻ നിരാശപ്പെടരുത്. ഹി ഷുഡിൻ ടെൽ അബൌട്ട് ഹിസ് ലോസസ് ടു അതേഴ്സ്. ഒരിക്കലും അവൻ്റെ പരാജയത്തെക്കുറിച്ച് മറ്റുള്ളവരോട് അവൻ സംസാരിക്കുകയും ചെയ്യരുത്. ഹി ഷുഡ് ഗെറ്റ് റെഡി ടു ബിൽഡ് ദം അപ്പ്. നഷ്ടപ്പെട്ടതെല്ലാം തിരികെ നേടാൻ അവൻ ശ്രമിക്കണം. സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ് ആൻഡ് ഫൈൻഡ് സക്സസ് അഗെയിൻ. വീണ്ടും തുടക്കം മുതൽ ആരംഭിക്കണം, എന്നിട്ട് വിജയം കണ്ടെത്തുകയും ചെയ്യണം. ഹി ഷുഡ് കീപ് ഹിസ് വെർച്യൂസ് വൈൽ ടോക്കിംഗ് ടു അതർ പീപ്പിൾ. മറ്റുള്ള ആളുകളുമായി സംസാരിക്കുന്ന സമയത്ത് അവൻ അവൻ്റെ നന്മകൾ സൂക്ഷിക്കണം. അവൻ്റെ നന്മകൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഇഫ് ഹി റീച്ചസ് ഇൻ ഹയർ പൊസിഷൻസ് ഹി ഷുഡിൻ ഫോർഗെറ്റ് കോമൺ പീപ്പിൾ. അങ്ങനെ ഉന്നതങ്ങളിൽ എത്തിച്ചേർന്നാൽ ഒരിക്കലും സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ഒരിക്കലും മറക്കരുത്. ഹി ഷുഡ് യൂസ് ടൈം ഇഫക്റ്റീവ്ലി ആൻഡ് നെവർ വേസ്റ്റ് എ മിനിറ്റ്. സമയത്തെ പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തണം. ഒരിക്കലും ഒരു മിനിറ്റിനെ പോലും ഒരു സെക്കൻഡിനെ പോലും നഷ്ടപ്പെടുത്തുകയും ചെയ്യരുത്. ഇഫ് ഹി ക്യാൻ ഫോളോ ഓൾ ദീസ് തിങ്സ്, മുകളിൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യാൻ അവന് സാധിച്ചാൽ ഹി വിൽ ബി എ സക്സസ്ഫുൾ മാൻ ഓൺ എർത്ത്. ഭൂമിയിലെ വിജയിച്ച സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു മനുഷ്യനായിരിക്കും എന്ന് അച്ഛൻ അവനോട് പറയുകയാണ്. ദിസ് ഈസ് ദ അഡ്വൈസ് ഓഫ് എ ഫാദർ ടു ഹിസ് സൺ. ഇതാണ് ഒരു അച്ഛൻ്റെ മകനോടുള്ള ഉപദേശം. ഓക്കെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത്രയും കാര്യങ്ങളാണ് ഈഫ് എന്ന ഈ ഒരു കവിതയിലൂടെ ഒരു അച്ഛൻ മകനോട് പറയുന്നത്, അച്ഛൻ മകനെ ഉപദേശിക്കുന്നത്. ദെൻ ദ മെസ്സേജ് ഓഫ് ദിസ് പോം ഈസ് ടു ബി എ സക്സസ്ഫുൾ മാൻ വൺ ഷുഡ് ഹാവ് സം ഗുഡ് ക്വാളിറ്റീസ്. ഈ ഒരു കവിതയുടെ സന്ദേശം എന്താണെന്ന് വെച്ചാൽ, സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാകണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ചില നല്ല ഗുണങ്ങൾ വേണം എന്നുള്ളതാണ്. എന്തൊക്കെയാണ് നല്ല ഗുണങ്ങൾ ഇത് കവിതയിലൂടെ പറയുന്നത്? കോൺഫിഡൻസ്, പേഷ്യൻസ്, ഓണസ്റ്റി, കറേജ്, ഗുഡ് ബിഹേവിയർ എറ്റ്സെട്ര. അതായത് കോൺഫിഡൻസ് ആത്മവിശ്വാസം, പേഷ്യൻസ് ക്ഷമ, ഓണസ്റ്റി സത്യസന്ധത, കറേജ് ധൈര്യം, ഗുഡ് ബിഹേവിയർ നല്ല പെരുമാറ്റം. ഇതൊക്കെയാണ് നല്ല മനുഷ്യൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത്.